ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ലൈഫിൽ സന്തോഷം നിറഞ്ഞൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 ഇയർ ആവുന്നു. ഈ 3 ഇയറിനും ഇടയിൽ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഫോണിലാണ്, റെഡ്മി നോട്ട് 10 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോണിലാണ്. ഇതിന്റെ അവസ്ഥ ഇപ്പോൾ ഡെഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോണാണ് കേട്ടോ. ഇത് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ തന്നെ വെള്ളത്തിലൊക്കെ പോയേക്കണ ഫോണാണ്. ആ ഫോണായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ വീഡിയോയിലുണ്ട് ഫോൺ വെള്ളത്തിൽ വീണിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയി റെഡിയാക്കി എടുത്ത് അങ്ങനെ പലതവണ കംപ്ലൈന്റ് ആയി വന്നൊരു ഫോണാണ് ഇട്ടത്. ആ ഒരു ഫോൺ ഇങ്ങനെ ഡെഡ് ആയതിനു ശേഷം നമ്മൾ വീഡിയോസ് എടുത്തോണ്ട് ഇരിക്കുന്നത് ഇപ്പോ നിലവില് ഈ ഫോണിലാണ്. പോക്കോ F1 എന്ന് പറഞ്ഞിട്ടൊരു ഈ ഫോണാണത്. ഈ ഫോണിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോൺ ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് തന്നെ ഓവർ ഹീറ്റിംഗ് ആയി പോകും. അതായത് നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് വെച്ചു അപ്പൊ ആ സമയത്ത് ഓവർ ഹീറ്റിംഗ് ആയ പിന്നെ എടുത്ത വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടാവൂല. അതിനുശേഷം ഓവർ ഹീറ്റിംഗ് ആയ പിന്നെ ഫോൺ വർക്കിംഗ് ആവൂല, ഏത് ജാമായിട്ട് നിൽക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഫോൺ കൊണ്ടുപോയിട്ട് വലിയൊരു അനുഭവം ഉണ്ട്. അത് പറഞ്ഞത് നമ്മള് മലരിക്കല് വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കാണ്, മുട്ടോളം വെള്ളത്തിലാണ് ഇറങ്ങി നിൽക്കണേ. അപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഓവർ ഹീറ്റിംഗ് കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അയാളോട് പറയായിരുന്നു, ആ ഷാജിത്തിനോട്, ഒരു മിനിറ്റ് ട്ടാ, ഈ ഫോണിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേന്നൊക്കെ. അതായത് നമ്മ എടുത്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഓവർ ഹീറ്റിംഗ്. ഞാൻ വെള്ളത്തിലിറങ്ങി ഇട്ടോളം വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ആ ടൈമിലാണ്ടോ ഒന്ന് ആലോചിക്കണം. അപ്പൊ ഓവർ ഹീറ്റിംഗ് ആയിട്ട് ഞാൻ ആ വെയിലത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഏത് നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഫോണൊന്ന് കൂളാണ്ട് നമുക്കത് ക്യാമറ ഓൺ ആവൂല. അങ്ങനെ ഞാൻ അതിന് ശേഷം എടുത്തിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മ ആ സമയത്ത് ധൃതി ചെയ്യേണ്ടി വരും. നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വീഡിയോക്ക് ക്ലാരിറ്റി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതില് ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാം മാൻ ബിഹൈൻഡ് പവർ ബിഹൈൻഡ് എന്നൊക്കെ പറയില്ലേ, എല്ലാ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് ചാനാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയും. തുടക്കത്തിലെ ഞാൻ എടുത്തത് റെഡ്മി നോട്ടലിലാണ്. റെഡ്മി നോട്ടലിൽ എടുക്കാൻ നേരത്ത് ഇരുട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ എടുക്കാൻ നേരത്ത് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ഇത്തിരി കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് പുറത്തെടുക്കാൻ നേരത്തെ അടിപൊളിയാണ്. ഫുൾ HD 60 FPS നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. പലരും പറയാനുണ്ട് വീഡിയോയിൽ ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ഇല്ല, അതുകൊണ്ടല്ല അത്. ഞാൻ പലരോടും ഞാൻ അറിയാവുന്നവർ പലരും പറയാറുണ്ടല്ല, അത്തരോട് ഞാൻ ചിലപ്പോ ഫോൺ കുറഞ്ഞതിന്റെ എന്നൊക്കെ ഞാൻ പറയാറ്. പിന്നെ അതുപോലെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലാരിറ്റി കുറവ്. അതാണ് മെയിൻ. അതായത് ഫോണിന് നെറ്റ് വലിക്കുമല്ലോ, നമ്മൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ചിലപ്പോൾ നെറ്റ് വലിക്കണ സ്ലോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലാരിറ്റി ഇല്ലാണ്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ നല്ല വൈഫൈ ഉള്ള സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ വീഡിയോ എപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. വൈഫൈ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ അറിയാൻ പറ്റുമത്. നല്ല ക്ലാരിറ്റി തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തേക്കണത്. അങ്ങനെ പറയണതിന്റെ ഫോൺ നെറ്റ് എന്തെങ്കിലും കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നേക്കണത്. മിക്കവാറും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാറ്. കാരണം ലൈറ്റ് നോക്കും മെയിനായിട്ട്, പിന്നെ ഈ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റിങ് ഭയങ്കര കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്യാറ്. കാരണം ഈ ഹാർബറിലാണ് വർക്ക് ചെയ്യിച്ചാൽ. ഞാനിപ്പോ രാത്രി ഹാർബറിലൊക്കെ പോയി രാത്രി ഞങ്ങൾക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പലപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണൊക്കെ നമ്മുടെ മൂക്കത്തൊക്കെ ഒന്ന് കിട്ടുന്നു. ഇവിടെ ഉറങ്ങിപ്പോകും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ സ്റ്റെബിലൈസ്, അതായത് നമ്മുടെ ഐഫോണിന് അങ്ങനെയുള്ള ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ഓൺ ആയി കിടക്കും. ഈ ഒരു ഫോണിൽ ഓരോ വീഡിയോസും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ടൈം പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് ഉറക്കത്തിൽ പല പ്രാവശ്യം മൂക്കത്തൊക്കെ ഒന്ന് വീട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കല് നമ്മൾ ഈ മെയിനായിട്ട് വീഡിയോ ക്വാളിറ്റി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പുതിയൊരു ഫോൺ എടുക്കണോ, ഒരു ക്യാമറ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മിക്കവരോട് അഭിപ്രായമൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം വെച്ചാൽ ഒരു തോന്നല് തോന്നിയിട്ട് ഞാൻ പോയി ക്യാമറ വാങ്ങി. അതങ്ങനെ അല്ലത്. അത് ആദ്യം ഞാനത് എല്ലാരും പറഞ്ഞ ഐഫോണാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഐഫോൺ എടുക്കാന്നുള്ള പ്ലാനായി. അങ്ങനെ ഐഫോൺ എടുക്കാന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈമിൽ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കിയപ്പോ ദുബായിൽ നിന്ന് ഒരു ഫ്രണ്ട് വരുന്നുണ്ടായി. നെൽജയുടെ ഫ്രണ്ടാണ്, കിച്ചു ആയിരുന്നു. അപ്പൊ കിച്ചുവിനെ കൊണ്ട് ഞാൻ ആ ഫോൺ കൊണ്ടുവരിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ഒരു സാമ്പത്തികമായ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഫോണിൽ നിന്ന് മാറ്റി ക്യാമറ എടുക്കാന്ന് ആലോചിച്ചു. ഏത് ഫോണിനേക്കാളും ക്ലാരിറ്റി ക്യാമറക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞാൻ ക്യാമറ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ക്യാമറ എടുത്തായിരുന്നു. പക്ഷെ ക്യാമറ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത കാരണം ക്യാമറ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനല്ലേ, എന്തെങ്കിലും ഒരു ഇത് കാണണമെങ്കിൽ അതായത് പ്രിപ്പയർ ചെയ്ത് പോയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമറ എടുത്ത് അതിന്റെ ലെൻസസ് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം എടുക്കുകയാണ്. അപ്പൊ ക്യാമറ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു
അല്ലേ? കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസം, അപ്പൊ ആ ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ എന്ത് സാധനം കിട്ടിയാലും സൂക്ഷിച്ച് യൂസ് ചെയ്യണാനും ക്യാമറ ഇങ്ങനെ എടുത്ത് ലെൻസ് ഇങ്ങനെ തൊട്ടച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നു. ആകെ ഒരു ഒറ്റ മാസം ഈ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് സെയിൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഐഫോൺ എന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നു. അങ്ങനെ കിച്ചുവിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് കിച്ചു ദുബായിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ക്യാഷ് ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയപ്പോഴേക്കും പെട്ടെന്ന് വേറൊരു ആവശ്യം വന്ന് ക്യാഷ് അങ്ങോട്ട് മറിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഐഫോൺ വാങ്ങുക എന്നുള്ളത് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നില്ല. മുമ്പൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഐഫോണൊക്കെ എന്തിനാണ് അങ്ങനെ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഐഫോൺ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ നമ്മൾ പ്ലാൻ വീണ്ടും ഡ്രോപ്പ് ചെയ്ത് ഇപ്പോ ഈ ചാനൽ ഫോൺ കംപ്ലൈന്റ് ആയി. അതിനുശേഷം ഞങ്ങൾ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഇടാറില്ല. ഏത് നമ്മ ഈ ഫോൺ കൊണ്ടുപോകുന്ന ഓവർ ഹീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്ന് അല്ലെങ്കിൽ വല്ല പാർക്കോ എന്തെങ്കിലും നമ്മൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഹീറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്തു പോയി എടുക്കാറില്ല വീഡിയോ. കാരണം നമുക്ക് പോകാനുള്ള പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ ഈ ഫോൺ കംപ്ലൈന്റ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു പ്ലാൻ ചെയ്തു. ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും അല്ലേ, ലാസ്റ്റ് കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ ഈ ഐഫോൺ പ്ലാനൊക്കെ വന്നത്, ഡ്രോപ്പ് ആയി പോയത്. കറക്റ്റ് ഈ ഡിസംബറിൽ എത്തിയപ്പോഴേക്കും നമ്മൾ വീണ്ടും പ്ലാൻ ഒന്നും കൂടി തട്ടിക്കുടഞ്ഞെടുത്ത് നമ്മൾ ആദ്യം വിചാരിച്ചു 15 Pro Max എടുക്കാന്നല്ലേ. അന്ന് ലോഞ്ച് ചെയ്തിട്ടില്ല. 15 Pro Max ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ എടുക്കാന്ന് വെച്ചാൽ അപ്പൊ അത് എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഡ്രോപ്പ് ആയി പോയി. മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അത് രണ്ടും പിന്നെ നോയ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടുമാണ് നമ്മൾ 16 Pro എടുക്കാന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ തോന്നി ഇപ്പൊ ഷോപ്പുകളിലൊന്നും സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മ ഐഫോണിന്റെ രണ്ടു സ്ഥലത്ത് നമ്മ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആഷിക്കുന്ന നമ്മുടെ ഒരു അനിയനെ പോലെയാണ്. അപ്പൊ അവൻ കറക്റ്റ് ടൈമിൽ എല്ലാ ടൈമിലും നമ്മളെ വിളിച്ചല്ലേ, ഫോളോ അപ്പ് ചെയ്തോണ്ടിരുന്ന ഫോളോ അപ്പ് ചെയ്തിരുന്നോണ്ട് തന്നെ നമുക്ക് ഏത് ഓരോ ടൈമിലും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വന്നോണ്ടിരുന്നു. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 Pro ഫുള്ള് സെയിലായി തീർന്നിട്ടില്ല. അത് സെയിലായി കഴിഞ്ഞതിന് ശേഷം EMI സ്കീം ഒക്കെ ഓപ്പൺ ആവും. അപ്പൊ അതനുസരിച്ച് അങ്ങനെ അവനെ ഇടക്കിടക്ക് ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കും. ഏത് നമുക്ക് താല്പര്യമില്ല ചിലപ്പോ സമയത്ത് നമുക്ക് ഇപ്പൊ എടുക്കണ്ട നമ്മൾ എടുക്കാതെ ആയിരിക്കും. പിന്നെ നമ്മ ഇപ്പൊ വേണ്ട കുറച്ചായിട്ട് ഗ്യാപ്പ് എടുക്കും. ആ ടൈമിലും അവൻ ആ ടൈമിൽ അവനെ കറക്റ്റായിട്ട് വിളിക്കും. വിളിച്ച് 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 നമ്മളിങ്ങനെ അപ്പൊ വേറെ ഷോപ്പിൽ നിന്ന് നമുക്ക് അങ്ങനെ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പല ഷോപ്പുകാരും അവരെടുക്കില്ല എന്നുള്ള മൈൻഡില് അവര് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പൊ അവൻ വർക്ക് ചെയ്യുന്നത് മൈജിയിലാണ് കേട്ടോ. എടുക്കുന്നതിന്റെ തലേദിവസവും അവൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന കളറാണ് സെലക്ട് ഉള്ളത്, അപ്പൊ ചേച്ചി വരുന്നുണ്ടെങ്കിൽ പറയും, ഇന്ന പോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാം പറഞ്ഞിട്ട് വിളിച്ചു അവൻ. അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളത്തെ പ്ലാൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഫോൺ ഐഫോൺ 16 Pro Max വാങ്ങാനായിട്ട് ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതാണ്. ഈ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ എല്ലാവരും പറയുന്നത് കണ്ണാപ്പി ഫോൺ എന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു കണ്ണാപ്പി ഫോണല്ല. പലരും ഞങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ കുറെ പേര് അറിയാം ഈ ഐഫോണൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ കൈ കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ ചാൻ പറയും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കുമല്ലോ എന്ന് അറിയിച്ചേൻ. പിന്നെ പലതവണ ഐഫോൺ വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ എത്താണ്ടായപ്പോ ഞാൻ ഈ ചാനോട് ഐഫോൺ നമ്മുടെ കൈകളിൽ എത്താൻ സമയമായിട്ടില്ല അല്ലേ. അപ്പൊ ഇപ്പൊ ആ ഒരു സമയമാണ് ഇപ്പൊ ആയിരിക്കുന്നത്. അതിന് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അതിനുകൊണ്ട് ഈ വീഡിയോന്റെ ഒരു ക്ലാരിറ്റി കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോൺ എടുക്കാന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോ ആ ഒരു ഫോൺ എടുക്കാൻ പോകുന്നതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മള് ആഷിക്ക് വിളിച്ചിട്ട് നമ്മൾ പോകാൻ പോകുന്നത് പെരുമ്പള്ളിയിലുള്ള മൈജിയിലാണ്. അപ്പൊ നേരെ മൈജിയിലോട്ട് വിട്ടാലോ?